കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ. നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. നമ്മുടെ ആനീസ് കിച്ചൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ വിശ്വാസംസകളും. കഴിഞ്ഞ ഓണത്തിന് എനിക്കൊരു ഗിഫ്റ്റ് അനൂപും വൈഫും കൂടെ തന്നായിരുന്നു. അതേപോലെ ഈ വിഷുവിന് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന 2 അനിയത്തിമാരുണ്ട് എനിക്ക്. ഒന്ന് മാംഗ്ലൂരിലും ഒന്ന് ട്രിവാൻഡ്രത്തും. അപ്പോൾ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന അനിയത്തി ശ്യാമ എനിക്ക് തന്ന ഡ്രസ്സാണ്. ചേച്ചി വിഷുവിന് ഇത് ഇടണം എന്ന് പറഞ്ഞിട്ട് മൗള് മേടിച്ച് തന്ന സാരിയാണ് ഞാനിന്ന് ഉടുത്തത്. അപ്പം അവൾ കാണുവാണെങ്കിൽ ശരിക്കും ഞാൻ പ്രൂവ് ചെയ്തു, തന്ന വാക്ക് ഞാൻ പാലിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചൻ്റെ റെസിപ്പി എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്ന വിഷുക്കട്ടയില്ലേ, നമ്മൾ ചെയ്തിട്ടേ ഇല്ല. കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വിഷു വരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കട്ടെ. പക്ഷേ ഇന്ന് വിഷുക്കട്ട ഭയങ്കര ട്രഡീഷണൽ വേയിലല്ല ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു നമ്മുടേതായ ട്വിസ്റ്റ്. അതായത് ട്രഡീഷണൽ വേ എന്ന് പറയുമ്പോഴത്തേക്ക് വിഷുക്കട്ട എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ചെമ്പാപ്പച്ചരി, അതായത് ചെമ്പാപ്പച്ചരി എന്ന് ഒരു നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ പറയും, ചിലയിടത്ത് പുഴുക്കലരി പറയും. ഏതായാലും നമ്മുടെ അരി എങ്ങനത്തെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അറിയാലോ ഓരോ നാട്ടിൽ ഏത് ഭാഷ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. ഈ ചെമ്പാപ്പച്ചരി 3 തേങ്ങാപ്പാലിൽ വേവിക്കുക ചെയ്യുക. അപ്പോൾ 1-ാം പാൽ, 3-ാം പാൽ ഒഴിക്കും, 2-ാം പാൽ ഒഴിക്കും, പിന്നെ 3-ാം പാൽ ഒഴിക്കും. ഈ 3-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് നല്ല പച്ച തേങ്ങയുണ്ടല്ലോ, അതാ ഏറ്റവും സ്വാദ്. ഞാനത് നിർബന്ധമായി പറയത്തില്ല, കാര്യം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും എല്ലാം അതായത് ലഭ്യമാവണമെന്നില്ല. പക്ഷെ വിഷു അടുപ്പിച്ച് നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും പച്ചത്തേങ്ങ ഒരെണ്ണമെങ്കിലും കാണും. അപ്പം എന്നാ പറയുക, ആ പച്ചത്തേങ്ങ തിരുമിയത് ആ 1-ാം പാലിലോട്ടിട്ട് ജീരകം ചതച്ചിട്ട് ഇച്ചിരി ഉപ്പൂടെ ഇട്ട് നല്ല വറ്റിച്ച് നല്ലൊരു ഷേപ്പുള്ള പാത്രത്തിലേക്ക് ആക്കി ഷേപ്പാക്കി മുറിച്ചെടുക്കുക. ഇതാണ് വിഷുക്കട്ട. ഇതിൻ്റെ കൂടെ എന്നാ കഴിക്കുന്നറിയോ, ശർക്കര പാനി ഉരുക്കിയിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായും കൂടി ഇട്ട് എടുക്കുന്നതാണ് ദ റിയൽ എന്താ പറയുക വിഷുക്കട്ടയും അതിൻ്റെ പാനിയും കൂടെ ചേർത്ത് കഴിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മളൊരു മൊത്തം ഒരു വ്യത്യാസമാക്കാൻ പോവാ. പിന്നെ വ്യത്യാസമാക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയരുത് ഇതൊന്നും അല്ല വിഷുക്കട്ട എന്ന് പറയരുത്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലേ കുറച്ചൊന്നൊരു ചേഞ്ച് വരുത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ പറയുക. എന്നാൽ അത് കുളവാക്കാതിരുന്നാൽ പോരെ, നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മധുരമൊക്കെ ചേർത്ത് നമുക്കൊരു വിഷുക്കട്ട ചെയ്ത് നോക്കിയാലോ, ഒരു പരീക്ഷണം അല്ലേ. എന്നാലും നല്ലതായിരിക്കും, അതോ എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ? ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാതെ എങ്ങനെ ചെയ്യാനാ അല്ലേ. പിന്നെ ഈ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ വീട്ടിലില്ലാത്ത കാര്യം വെച്ചൊന്നും പറയത്തില്ല. അല്ലേലും ഞാൻ എൻ്റെ അടുക്കളയിൽ നമ്മുടെ വീട്ടിലില്ലാത്ത കാര്യം വെച്ച് വെച്ച് ഞാൻ ഒരു കാര്യം പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 1-2 കാര്യം ഒഴിച്ച് മാത്രം. നമുക്കിനി ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാക്കെന്ന് വെച്ചാൽ, ഫസ്റ്റ് കുറച്ച് ഞാലിപ്പൂവൻ പഴം വേണ്ടേ. ഞാലിപ്പൂവൻ പഴം ഒരു സ്ഥലത്ത് പറയും, പിന്നെ ആണെങ്കിൽ രസകദളി പറയും. ഏതായാലും അത് നമുക്കൊരു 3 എണ്ണം മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് തേന, ഒരുപാട് വേണ്ട, കുറച്ച്. ഒരുപാട് മധുരവും പാടില്ല, പക്ഷെ എന്നാൽ മധുരം വേണം താനും. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര. ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്, സാധാ നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്ന ജീരക, അത് കുറച്ച് പൊടിച്ചു വെച്ചേക്കും. ഇത് കുറച്ച് ശർക്കര പാനിയ. പിന്നെ ഉള്ളത് ചെമ്പാപ്പച്ചരി. ഇതാ ഞാൻ അരിയുടെ കാര്യം പറഞ്ഞ്, ചിലത്ത് പുഴുക്കല്ലരി, അങ്ങനെ പല ഭാഷയിൽ അറിയപ്പെടുന്നത്. അന്നേരം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത് പറയുന്നത് ചെമ്പാപ്പച്ചരി എന്നാ. പിന്നെ ഉള്ളത് ഒരിച്ചിരി നെയ്യ് ഒരുപാട് വേണ്ട, കുറച്ച്. പിന്നെ ഉള്ളത് കുറച്ച് ഏലക്കാപ്പൊടി. ഇത് കുറച്ച് പശുമ്പാല. അതല്ലാതെ തേങ്ങാപ്പാലും ഞാൻ ചേർക്കുന്നുണ്ട്. പശുമ്പാലും മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാൽ മാത്രമാണെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചാലും മതി. ഏതാ നമ്മുടെ സൗകര്യം പോലെ. പിന്നെ ഇതൊരു നല്ല പച്ച തേങ്ങ തിരുമ്മി എടുത്തേക്കോ. എത്ര വേണ്ട, പക്ഷെ എന്നാലും ഞാനൊരു ഇച്ചിരി എടുത്തന്നേ ഉള്ളൂ.
പിന്നെ നമുക്ക് കുറച്ച് ഒന്നാം പാല്, അതായത് തേങ്ങയുടെ ഒന്നാം പാല്. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടിയത്. ഇത് ഒത്തിരി പാടുള്ള കാര്യമല്ല, പക്ഷേ വിഷുക്കട്ട ഉണ്ടാക്കുന്ന രീതി ഇതുമല്ല. ഞാൻ ഒന്നുകൂടെ പറയുക, ഞാൻ പറഞ്ഞു തന്നല്ലോ അതുപോലെ ആ വിഷുക്കട്ട ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഞാനിവിടെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഉരുളിയിലോട്ട് ഇത്രയും പോകുന്ന എന്നാ പറയുക, അരിക്ക് ഇത്രയും വലിയ പാത്രമൊന്നും വേണ്ട. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, നല്ല ഐശ്വര്യത്തോടെ നല്ല നിറച്ച് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയില്ലേ, അതിൻ്റെ അറ്റത്ത് പോലും പറ്റത്തില്ല. പക്ഷെ എന്നാലും അടി പിടിക്കാതെയൊക്കെ ഇളക്കാനും ഒക്കെ സൗകര്യത്തിന് നമുക്കൊരു ഉരുളി തന്നെയാണ് നല്ലത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഉരുളി ചൂടായി. ഇനി ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുവാണ്, അരി വേവാനുള്ള വെള്ളം. തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അതും ഒഴിക്കാവുന്ന കുഴപ്പമൊന്നുമില്ല. എപ്പോഴും അരി തിളച്ച് വെച്ച വെള്ളം തിളച്ച് വെച്ച അരി ഇടുന്നേ. അന്നേരം വെള്ളം തിളയ്ക്കാനായിട്ട് ഒരിച്ചിരി സമയം വേണം. ഇത് ഒരു വ്യത്യാസമാണ്. ഈ വിഷുക്കട്ടയിൽ കുറച്ച് മധുരം കാണും, അല്ലാത്തതിൽ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതിന് മധുരം ഇല്ല. അതുകൊണ്ടാണ് അവർ ശർക്കരപ്പാനി കൂട്ടി കഴിക്കുന്നത്. ഇതും ശർക്കരപ്പാനി കൂട്ടി തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ ആദ്യം വിഷുക്കട്ട ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ വിഷുക്കട്ടയുടെ രീതിയെ മാറ്റി എന്ന് പറഞ്ഞ് നാളെ എന്നെ വഴക്ക് പറഞ്ഞേക്കരുത്. വേണ്ടേ, വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി അരി ഇടാം. ആക്ച്വലി അരി വെള്ളത്തിൽ കിടന്ന് കുറച്ചൊരു ഹാഫ് പോർഷൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാല്, തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിച്ചു പോകാം. അല്ലാതെ പിന്നെ എക്സ്ട്രാ ഒരുപാട് വെള്ളം ഒഴിച്ച് അരി വേവരുത്. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് അരിയൊക്കെ ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് വേവിക്കുകയല്ലേ, ഏതാണ്ട് മുക്കാലോളം വേവിച്ചേച്ചേ ബാക്കി ചേർക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഏത് സാധനമാണെങ്കിലും നല്ലോണം വേവിച്ചിട്ട് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് വരിക. നമ്മൾ ചെമ്പാപ്പച്ചരി എത്ര എടുക്കുന്നോ അതനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവും ശർക്കരയുടെ അളവും എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വിഷുക്കട്ട ട്രഡീഷണൽ ചെയ്യുന്നതുകൊണ്ട് മധുരം ഇല്ലാത്ത ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിൽ ചെമ്പാവരിയുടെ അളവ് തന്നെ എടുത്താൽ ഭയങ്കര മധുരമായി പോകും. പക്ഷെ ഭയങ്കര മധുരം ആവത്തില്ല, ആവശ്യത്തിനുള്ളതേ വരത്തുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയുക, കുറച്ച് ഇപ്പം ഇതിനൊരു ബൗള് ചെമ്പാപ്പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ബൗളിന് തന്നെ പഞ്ചസാരയും ആ ബൗളിന് തന്നെ ശർക്കരയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്. അതാണ് അളവ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്നാ താമസം എന്ന് വെച്ചാൽ, അരി വേവുന്ന ഒരൊറ്റ താമസേ നമുക്കുള്ളൂ, ബാക്കിയെല്ലാം പടപടപ്പെട്ട ആവും. ഇനി എന്നാന്ന് വെച്ചാൽ, ഇതെല്ലാം ആയിക്കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇലയിലിട്ടിട്ട് ഷേപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് ഷേപ്പ് ചെയ്തിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ അരിയിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു, നമ്മൾ കണ്ടല്ലോ. അപ്പം ആ വെള്ളം ഒരു മുക്കാലോളം പറ്റി. അപ്പം അരിയുടെ വേവ് എത്ര എളുപ്പമാണെന്ന് മനസ്സിലാക്കി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളം ഒഴിക്കുന്നതിന് പകരം നെക്സ്റ്റ് നമ്മൾ ഒഴിക്കാൻ പോകുന്ന പശുമ്പാലാണേ. തേങ്ങാപ്പാൽ എപ്പോഴും ലാസ്റ്റ് ഒഴിച്ചാൽ മതി. നെക്സ്റ്റ് പശുമ്പാൽ. ഇനി ഈ പാലിനകത്ത് കിടന്ന് ബാക്കിയും കൂടെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്തേച്ച് ഉള്ള വെള്ളം, അതിനകത്ത് എത്ര വെള്ളം ഉണ്ടോ അതങ്ങ് പറ്റി വേവിച്ചെടുത്താലേ ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ ഷേപ്പാക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ, നമ്മൾ വല്ല ചട്ടിയിലോ കാലത്തിലോ അങ്ങനെയൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ആ മൺചട്ടിയുടെ ഈർപ്പം തന്നെ കുറച്ച് ഈർപ്പം വലിച്ചെടുക്കും എന്ന് പറയും. അതുകൊണ്ട് കുറച്ച് ലൂസാക്കി വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതേപോലെ ഓട്ടുരുളിയിലൊക്കെ ചെയ്യുവാന്നേൽ നല്ലോണം വെള്ളം പറ്റിച്ച് എടുക്കണം. ഓക്കെ, ഞാൻ രണ്ടാമത് ഒഴിച്ച നമ്മുടെ പശുമ്പാലില്ലേ, അതും ഏകദേശം മുക്കാലോളം വറ്റി. ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണേ. ഈ എല്ലാ പാലിനകത്തും കിടന്ന് വേണം നമ്മുടെ ആ അരി അങ്ങ് വേവാനായിട്ട്, എന്നാൽ ആ അരിക്ക് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി പശുമ്പാലും തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒഴിച്ച് കുളമാക്കരുതേ എന്ന് പറയരുത്. കാര്യം അതിനൊരു ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തതെന്ന് വെച്ചാൽ ഒരിക്കലും അതിനൊരു പന്ന ടേസ്റ്റ് എന്തായാലും വരികയില്ല, ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇനി ഈ പാലിനകത്ത് കിടന്ന് അരി ബാക്കിയും കൂടെ ഒന്ന് വെന്ത്
ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ കുറച്ചൊരു ലിക്വിഡ് ആവും, പക്ഷെ എന്നാലും ഇതിലൊന്ന് വെന്തോട്ടെ. ഓക്കെ, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു, പശുവും പാൽ ഒഴിച്ചു, ഈ പറഞ്ഞ വെള്ളം ഒഴിച്ചു, എന്നിട്ടാണ് നമ്മൾ അരി വേവാനിട്ട്, അരി വെള്ളം ഒഴിച്ചിട്ട് വേവാനിട്ട് പകുതി ആയതിനു ശേഷമാണ് 2 പാലും ഒഴിച്ചത്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇതിനകത്തോട്ട് ജീരകവും ഇട്ട് പച്ച തേങ്ങ ഇട്ടേച്ച് വിഷുക്കട്ട ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യുക സാധാരണ. അതായത് പശുവും പാലില്ല, തനി തേങ്ങാപ്പാലിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതാണ് വിഷുക്കട്ട എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്താണ് നമ്മൾ ആ ചേഞ്ച് വരുത്തുന്നത്. അതുകൊണ്ട് വിഷുക്കട്ട ട്രഡീഷണൽ വേ ഞാൻ അറിയാത്തോണ്ടല്ല ചെയ്യാത്ത, ഒരു കുറച്ച് മാറ്റി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇനി ഇതൊരു ഇച്ചിരി തീ കുറച്ച് വെച്ച് ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചേർക്കാം. ഫസ്റ്റ് വിഷുക്കട്ടയ്ക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് കുറച്ച് തേങ്ങ, നല്ല പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത്, സ്വാദ് കൂടും. അതല്ല സാധാ നമ്മുടെ ഒരു സാധാ തേങ്ങ ഉള്ളെങ്കിൽ ഇപ്പം എന്നാ ചെയ്യാൻ നോക്കും, ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇതിൻ്റെ കൂടെ കുറച്ച് ചതച്ച ജീരകം. ഇത് ഇത്രയും മാത്രമേ ട്രഡീഷണൽ ആയിട്ടുള്ള വിഷുക്കട്ടയിൽ നമ്മൾ ചെയ്യാറുള്ളൂ. ഇനി ഈ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ശകലം ഉപ്പൂടെ ചേർക്കും. എന്നിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുത്ത് ഒരു ഷേപ്പുള്ള പാത്രത്തിൽ ഷേപ്പാക്കി വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ മുറിച്ചെടുക്കുന്നതാണ് വിഷുക്കട്ട. അവിടെയാണ് ഞാൻ മാറ്റം വരുത്താൻ പോകുന്നത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞല്ലോ. ട്രഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് മാറ്റുക. ഇനി അല്ല നമ്മുടെ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇനി ബാക്കി ചേർക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി പഞ്ചസാര. ഇതെല്ലാം ചെറിയ തീയിൽ വെച്ച് എല്ലാം ചെയ്താൽ മതി. അപ്പം അഥവാ എന്താ പറയുക, അരി ഒരു ഇച്ചിരി വേവ് കുറവോ അങ്ങനെ വല്ലോ നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ബാക്കി വേവ് അങ്ങ് ആവുകയും ചെയ്തോളൂ. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ഏലക്കയും തേനുമാണേ. തേനൊരു ഒത്തിരി വേണ്ട, ഒരു 100 ഗ്രാമൊക്കെ ചേർത്തേച്ചാൽ മതി. മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. നമ്മൾ ശർക്കരപ്പാനി കൂട്ടിയാണ് സാധാ വിഷുക്കട്ട കഴിക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരു ഇച്ചിരി മധുരം ഉള്ളത് കൊണ്ട് ശർക്കരപ്പാനി ഞാൻ പ്രത്യേകം വെക്കാൻ പോകും. അത് നമ്മൾ സാധാ കഴിക്കുന്ന പോലെയുള്ളൂ. ഇതിനകത്തോട്ട് ഒരു ശകലം ഏലക്കായും കൂടെ പൊടിച്ചത്, എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഞാലിപ്പൂവും പഴവും ശർക്കരപ്പാനിയും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ പ്രത്യേക ശർക്കരപ്പാനി ആക്കി വെച്ചിരിക്കുക. അപ്പം ഇനി അതിനകത്തോട്ട് നമ്മൾ പ്രത്യേകിച്ച് കുക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ശർക്കരപ്പാനിക്കകത്തോട്ട് ഏലക്ക പൊടിച്ചതും ഞാലിപ്പൂവും പഴവും കൂടെ അരിഞ്ഞു വെക്കും പ്രത്യേകം. ഇത് ഇതിനകത്ത് ഇനി വേറെ കാര്യം ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ഇച്ചിരി നെയ്യും കൂടെ ചേർക്കും ഞാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചൊരു കറക്റ്റായിട്ട് വരാനും മാത്രമല്ല ഒരു നെയ്യുടെ ഫ്ലേവർ വരുമ്പോൾ അതിനകത്ത് കുറച്ചൊരു സ്വാദ് കൂടും. അതും മാത്രമല്ല, നമ്മൾ ഇതേപോലെ ഓട്ടുരുളിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കുവാണെങ്കിൽ അടി പിടിക്കാതിരിക്കാനും നമ്മളെ സഹായിക്കും. പിന്നെ അതുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിനകത്തൂടെ ഇച്ചിരി നെയ്യ് തടവിയേച്ച് വേണം വയ്ക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷുക്കട്ട എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് കാണിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ പഞ്ചസാര ചേർത്തതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. മാത്രമല്ല അരി ഒരു ഇച്ചിരി കൂടെ ഒന്ന് വറ്റി ആ ഷേപ്പ് ആക്കി എടുക്കണമെങ്കിൽ ഇതേണ്ട ഈ ലൂസ് ഒക്കത്തില്ല. ഇതൊരു ഇച്ചിരി കൂടി പറ്റാനുണ്ടെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം. അതും കൂടെ ചെയ്യാനുണ്ട്. Annie's Kitchen. Let's cook with love.